നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഈ വീഡിയോ 1 മിനിറ്റിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ല. കാരണം ഈ 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ആകാംക്ഷയിലാക്കാനും നിരാശ തരാനും എക്സൈറ്റ്മെൻറ്റ് തരാനും കഴിയുന്ന വിധമുള്ള ഷോർട്സുകൾ കാത്തിരിപ്പുണ്ട്. നമുക്കാവശ്യമുള്ളത്, നമ്മുടെ ബ്രെയിന് ആവശ്യമുള്ളത് സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ മാറി മറിയുന്ന ധാരാളം വികാരങ്ങളാണ്, അഥവാ വൈബുകളാണ്. സോ മടുപ്പ് വരാം, സ്ക്രോളിംഗ് തുടരാം. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ തുടർന്ന് കാണുന്നുവെങ്കിൽ കുറച്ച് നാളായി എനിക്ക് നല്ലൊരു ഡിപ്രഷൻ തോന്നുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല, എപ്പോഴും ക്ഷീണം, ഫുൾ ടൈം ഫോണിൽ തന്നെ വെറുതെ സ്ക്രോൾ ചെയ്ത് അങ്ങനെ കിടക്കുക. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് അവിചാരിതമായി എൻ്റെ കണ്ണിൽ ഒരു സെൻറ്റൻസ് ശ്രദ്ധയിൽപ്പെടുന്നത്. നിങ്ങൾക്ക് മടി പിടിക്കുന്നുവെങ്കിൽ, അലസത തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം കുറയ്ക്കുക. ഞാൻ ശരിക്കും ആലോചിച്ചു, മറ്റെന്തിനേക്കാളും കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത് ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കണ്ട് സ്വയം താരതമ്യപ്പെടുത്തി വീണ്ടും ഡിപ്രഷൻ ആവുക. എനിക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളോ ഭാഗ്യങ്ങളോ കാണാതെ സോഷ്യൽ മീഡിയയിൽ നോക്കി നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക. സോ സ്ക്രോളിംഗ് അപ്പോൾ തന്നെ നിർത്തി, സെർച്ച് ലിസ്റ്റിൽ പോയി ഫോൺ അഡിക്ഷന് അപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തു. വീഡിയോസ് കുറേ വന്നു. ആ വീഡിയോകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ കുറച്ച് തിരിച്ചറിവുകളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും എന്തൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം ആശയവിനിമയത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് തുടങ്ങിയ ആ യന്ത്രോപകരണം കഴിഞ്ഞ 6-7 വർഷമായിട്ട് മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഫോൺ ഉള്ളത് കൊണ്ടാണല്ലോ ഈ വീഡിയോ കാണാനും കേൾക്കാനും കഴിയുന്നത് എന്ന സത്യം കുറച്ചു നേരത്തേക്ക് നമുക്ക് സൗകര്യപൂർവ്വം മറക്കാം. കാരണം കാത്തിരിക്കുന്നത് വലിയൊരു വിപത്താണ്. കാലത്തിനൊപ്പം സഞ്ചരിച്ച് നമ്മൾ ചവിട്ടി മെതിച്ചു പോയ പല കാര്യങ്ങളുമുണ്ട്. ഏതും ദൂരത്തുള്ള ഫോൺ കണ്ണിന് ചുറ്റുമുള്ള സൗഹൃദങ്ങൾ കുറച്ചു. ചുറ്റുമുള്ള സൗന്ദര്യങ്ങൾക്ക് ഗാലറിയിലെ ചിത്രങ്ങളുമായി മത്സരിച്ച് തോൽക്കേണ്ടി വന്നു. ഫോണിൽ തോണ്ടിക്കളയുന്ന നമ്മുടെ വിലപ്പെട്ട സമയം നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ ജീവിതമാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. ഈ ഫോൺ യൂസേജ് സമയം നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നമ്മുടെ സമയം കവർന്നുകൊണ്ടേയിരിക്കുന്നു. ചില സമയങ്ങളിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഫോൺ അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ചിന്തിച്ചാലും നമുക്കതിന് കഴിയാതെ വരികയാണ്. എത്ര ശ്രദ്ധയോടെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫോണിൽ വരുന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിംഗ് ടോൺ നമ്മുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിയും. ചെയ്യുന്ന എന്ത് ജോലിയും വളരെ പെട്ടെന്ന് തീർത്ത് എത്രയും വേഗം ഫോണിലേക്ക് തന്നെ തിരിച്ചെത്താൻ ശ്രമിക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഇപ്പോൾ ഉള്ളത്. ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒപ്പം വെളിയിലൊരു ടൂർ പോകുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. നമുക്കൊരിക്കലും ആ ടൂർ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും നമുക്കതെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തോന്നുന്നതോ ഫോൺ റിങ് ചെയ്യുന്നത് പോലെ തോന്നുന്നതോ ഫോൺ അഡിക്ഷൻ്റെ മറ്റൊരു വേർഷനാണ്. ഇനി ഇൻബോക്സ് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ട. കാരണം വാട്സപ്പിലെ സ്റ്റാറ്റസിൽ നമുക്ക് വേണ്ടി ഒരു പച്ച ബട്ടണോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ചുവന്ന ബട്ടണോ കാത്തിരിപ്പുണ്ടാവും. അതായത് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ കഴിയാത്ത വിധത്തിലാണ് ആപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ശരിക്കും ഇവ ആപ്പുകൾ തന്നെയാണ്. എത്ര സ്ക്രോൾ ചെയ്താലും തീരാത്ത എൻഡ്ലെസ് പേജുകൾ ഒരുക്കി വെച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആപ്പുകൾ. ഒരിക്കൽ കണ്ട വീഡിയോ അല്ലെങ്കിൽ ഒരു തവണ സെർച്ച് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ്, ഷോട്ട് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മുടെ അഭിരുചികൾ മനസ്സിലാക്കി സിമിലർ ടൈപ്പ് കണ്ടൻസ് വീണ്ടും തന്നുകൊണ്ട് അതേ ആപ്പിൽ തന്നെ തുടരുവാൻ ഇവ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. മതിയെന്ന് തോന്നിയിട്ടും എന്തുകൊണ്ട് ഈ സ്ക്രോളിംഗ് നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല? ഇതേ ആവേശം മറ്റു ജോലികൾ നമുക്ക് തുടരാൻ സാധിക്കുന്നില്ല. ഇവിടെ ഡോപ്പമിൻ്റെ കളിയാണ്. മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യണം. മറ്റു ജോലികൾ സാധാ സ്ക്രോളിംഗ് പോലെ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ എഫേർട്ട് എടുക്കേണ്ടി വരും, ചിലപ്പോൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടി വരും. നമ്മുടെ ബ്രെയിന് അതത്ര തീരെ താല്പര്യമുള്ള കാര്യമല്ല. സോ ഏറ്റവും അവൈലബിളായി കയ്യെത്തും ദൂരത്ത് തന്നെ ഫോൺ അല്ലെങ്കിൽ ഈ പറയുന്ന എൻഡ്ലെസ് ഹാപ്പിനെസ് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്രെയിൻ സജസ്റ്റ് ചെയ്യുന്നത് ഡോപ്പമിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്ക്രോളിംഗ് തന്നെയായിരിക്കും. സോ ബ്രെയിൻ്റെ ഈ ഒരു ടെൻഡൻസി മനസ്സിലാക്കുന്ന മറ്റ് ആപ്പുകളുടെ അൽഗോരിതം നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേക്കുന്ന രീതിയിലുള്ള ഓഡിയോ വീഡിയോകൾ തന്ന് നമ്മളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചു നേരം ഫോൺ നോക്കിക്കളയാം എന്ന് ചിന്തിച്ചല്ല ഇപ്പോൾ നമ്മൾ പലരും ഫോൺ എടുക്കുന്നത്. അത് അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. ഇനി ചെയ്യാനുള്ളത് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇനി ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കുക തന്നെയാണ്. വ്യക്തമായ ലക്ഷ്യവും മനസ്സുറപ്പുമുള്ളവർക്ക് ഈ സ്ക്രോളിംഗ് ബാധിക്കില്ലെങ്കിലും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ആ ഗണത്തിൽപ്പെടുന്നവരല്ല. അതുകൊണ്ട് ഫോണിൽ തന്നെ ചില മിനുക്കുമണികൾ ചെയ്ത് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാക്കുക എന്നതാണ്. അത് ആപ്പ് വഴിയല്ല, സെറ്റിംഗ്സിൽ കയറി ഓൾ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്ത് വയ്ക്കുക. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രയോറിറ്റിയുള്ള ആപ്പുകൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നൽകുക. ഇനി മറ്റൊരു കാര്യം, ആവശ്യമില്ലാത്ത ആപ്പുകളാണെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യാൻ മടിക്കേണ്ട. കൂടെ നടന്ന് ചതിക്കുന്ന സുഹൃത്തിൻ്റെ മുഖമുള്ള ശത്രുക്കൾ തന്നെയാണ് നമ്മുടെ ഫോണിൽ നമ്മുടെ സമയം കളയുന്ന പല ആപ്പുകളും. മറ്റൊരു കാര്യം, പഠനത്തിനോ ജോലി സംബന്ധമായോ അല്ലാതെ നിങ്ങൾക്ക് നെറ്റ് ആവശ്യമില്ലെങ്കിൽ വലിയ തോതിലുള്ള നെറ്റുകൾ ഓഫർ ചെയ്യാതിരിക്കുക. ഫോണിൽ അൺലിമിറ്റഡ് നെറ്റ് ഉള്ളത് അൺലിമിറ്റഡ് സ്ക്രോളിങ്ങിലേക്ക് വഴിതെളിക്കും. അതോടൊപ്പം തന്നെ രാത്രിയിലെ ഫോൺ ഉപയോഗത്തിന് കൃത്യമായ ഒരു സമയപരിധി നിശ്ചയിക്കുക, അത് കറക്റ്റായിട്ട് പിന്തുടരുക.
ഇങ്ങനെ ബെഡിൽ നിന്നോ കിടക്കുന്ന ചുറ്റുപാടിൽ നിന്നോ ഫോണിനെ ഒഴിവാക്കി ഫോണിനോട് കോമ്പറ്റ് ചെയ്ത് നമുക്ക് ഒരു വിജയം, അതിൻ്റെ ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പകൽ സമയങ്ങളിൽ കഴിവതും മറ്റ് ജോലികളിൽ എൻഗേജ്ഡ് ആക്കാൻ തയ്യാറാക്കുക. നമ്മൾ നട്ടുനനച്ച പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിയുന്നത് കാണുന്നതും നമ്മളൊരു പുസ്തകം ആവേശത്തോടെ വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആനന്ദവും ഒക്കെ ഡോപ്പമിൻ റിലീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം, ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം ഫോൺ ഇപ്പോൾ തന്നെ കൊണ്ട് കെട്ടിയിടുക എന്നല്ല, അല്ലെങ്കിൽ അപ്പാടെ മാറ്റിവെക്കുക എന്നല്ല. ഫോൺ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം തന്നെയാണ്. ഫോണിൽ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളാണ്, അല്ലാതെ നമ്മളെ ഫോണല്ല ഉപയോഗിക്കുന്നത് എന്ന വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. എല്ലാവർക്കും ക്രിയേറ്റീവായിരിക്കാൻ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.